നമസ്കാരം. മലയാളി കൈപുണ്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് പനീർ ടിക്ക മസാലയാണ്. ഇതിനായി ഒരു പാത്രത്തിലേക്ക് പുളിയില്ലാത്ത 1/2 കപ്പ് തൈരൊഴിച്ച് 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കസ്തൂരി മെത്തി ഇല പൊടിച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. പനീർ 200 ഗ്രാം ചെറിയ കഷ്ണങ്ങളാക്കിയതും, ഒരു സവാള മീഡിയം സൈസിൽ കട്ട് ചെയ്തതും, പകുതി ക്യാപ്സിക്കം മീഡിയം സൈസിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ലേശം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒരു സവാള മിക്സിയിൽ ചതച്ചതും കൂടിയിട്ട് വഴറ്റി ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി മൂപ്പിക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു തക്കാളി അരച്ചതും കൂടി ഒഴിച്ച്, നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അരച്ച് ചേർക്കാൻ അതാണ് നല്ലത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ടിക്ക മസാലയ്ക്ക് നല്ല റെഡ് കളറാണ്, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്.
ഈ അരപ്പ് മൂത്ത് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ച് വേവിക്കാൻ വയ്ക്കുക. ഇനി ഒരു പാനിൽ ലേശം ബട്ടർ ഇട്ട് രണ്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീറും മസാലക്കൂട്ടുമിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഒന്ന് ആവി വരുമ്പോൾ ഒരു അടപ്പ് കൊണ്ട് മൂടി വേവിക്കുക. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് തുറന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പനീർ ഇതുപോലെ ഡ്രൈ ആയി ഫ്രൈ ആയി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് ഇതുമിട്ട് യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് അടച്ച് വേവിക്കുക. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് തുറന്ന് അതിലേക്ക് ചെറിയ കഷ്ണം ബട്ടറുമിട്ട് കാൽ ടീസ്പൂൺ കസ്തൂരി മേത്തി ഇല പൊടിച്ചതും ഒരു വയണ ഇലയും കൂടിയിട്ട് വാങ്ങാവുന്നതാണ്. കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ പനീർ ടിക്ക മസാല നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം.